എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോയും കൂടെയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കള ജോലികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കുറച്ച് ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിരുന്നു. കാരണം ഇന്ന് കേശുക്കുട്ട ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ മെയ് 31 ഇവിടെ സ്കൂൾ തുറന്നത്. കേശു പോണത് ഭവൻസിലാണ്, ഭാരതീയ വിദ്യാഭവൻ മൺവിളയിലാണ് മോൻ പോണത്. അപ്പോൾ ആ സ്കൂള് മെയ് 31 തന്നെ തുറക്കുകയാണ്. അപ്പോൾ ഞാൻ റീൽസും ഷോർട്സും ഒക്കെ ഇട്ടിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി സ്കൂൾ തുറന്നു, അവിടെയൊക്കെ നേരത്തെ തുറന്നു എന്ന്. ഇവിടെ വേറെ ഒരു സ്കൂളും ഓപ്പൺ ആയില്ല, പക്ഷേ ഈ ഭവൻസ് മാത്രം, അതും പ്രീ കെ ജി സെക്ഷൻ, LKG UKG മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ 8 മണിയാകുമ്പോൾ മോനെ കൊണ്ട് പോകണം. ഇന്ന് അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്, വെൽക്കം ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിലേക്ക് മോനെ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കൊഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് അതിന് അരപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചോറ് രാവിലെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊഞ്ച് ഫ്രൈയും അതുപോലെ തന്നെ ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. മോനെക്കാലം എന്ന് പറയാനായിട്ട് അവനറിയില്ലല്ലോ ഇങ്ങനെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന്. ആദ്യമായിട്ട് സ്കൂളിൽ പോണതിൻ്റെ ത്രില്ലിലാണ് മോന്. കാരണം ബാഗും പുതിയ ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയല്ല, അതിൻ്റെ ഒരു ത്രില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ആളിതുവരെ ഉണർന്നിട്ടില്ല. അപ്പം ഞാനിതാ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാമൊക്കെ ചെയ്ത് നേരെ അടുക്കളയിലോട്ട് കയറി ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശയും ചമ്മന്തിക്കറിയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി മോൻ കഴിക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ അവന് വേണ്ടി ഒരു മുട്ട പുഴുങ്ങാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് മുന്നേ ഒന്നും അവൻ കഴിക്കില്ല. അവനാണെങ്കിൽ രാവിലെ പാൽ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കഴിക്കാൻ നിൽക്കില്ല. അപ്പോൾ നമുക്കൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കണമല്ലോ. പിന്നെ ഇന്ന് 11 മണി വരെ സ്കൂളുള്ളൂ. അപ്പോഴേക്കും മോനെ അവിടെ നിന്ന് 11 മണിയാകുമ്പോൾ നമുക്ക് പിക്ക് ചെയ്യുകയും വേണം. അങ്ങനെ ഒത്തിരി എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഇന്ന് ഞങ്ങൾക്ക് 3 ആൾക്കും അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദൈവം സഹായിച്ച് ഇന്നത്തെ ദിവസം മഴയൊന്നുമില്ല. ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും മഴയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ രാവിലെ ഇതാ മോനെ ഒരുവിധം ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർത്തിയെടുത്തുകൊണ്ട് വരെയാണ്. ഒരുവിധം ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ രണ്ടാളും എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോൻ അപ്പോൾ ഉണർന്നോളും. അപ്പോൾ ചേട്ടൻ എഴുന്നേക്കാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് മാത്രമാണ് കേശു അങ്ങനെ അങ്ങ് കിടക്കുന്നത്. അങ്ങനെ മോനെ കുളിപ്പിച്ചൊക്കെ എടുത്ത് പിന്നെ കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് കൊടുത്തു വിടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളവും കൊടുത്തു വിടണമല്ലോ. അങ്ങനെ ജീരക വെള്ളമൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും ജീരക വെള്ളം കൊണ്ടല്ലേ പോകണത്. പിന്നെ മിക്കവാറും ഞങ്ങളുടെ ജീരക വെള്ളമാണ് ഇടാറ്. അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ചാറ്റി വാട്ടർ ബോട്ടിലൊക്കെ ആക്കി. പക്ഷെ നമുക്ക് ഇതിനൊരു പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഇരിക്കൂല, അതിൻ്റെ സീറ്റിങ് കറക്റ്റ് അല്ല, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതിനിങ്ങനെ ചാരി വെച്ചാൽ മാത്രമേ അത് ഇരിക്കുകയുള്ളൂ. പിന്നെ സ്നാക്സ് ബോക്സിൽ ഞങ്ങളിന്ന് ബിസ്ക്കറ്റും ചിപ്സും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടൊക്കെയുള്ള റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി പിന്നെ നാത്തുമാരൊക്കെ പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് ഓരോന്നൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റും ചിപ്സും പിന്നെ എന്തോ ഒരു വേറെ നമ്മളിവിടെ നാങ്കട്ട എന്ന് പറയും, അങ്ങനെ അതുപോലൊരു സംഭവം കൂടെയൊക്കെയാണ് മോന് കൊടുത്തു വിടണത്. ഇനി തൊട്ട് ഇതൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് ഹെൽത്തി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടണമെന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ അറിയാമല്ലോ, യൂട്യൂബിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നല്ല ഹെൽത്തി സ്നാക്സ് എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഇനി മോൻ ഇതൊക്കെ കൊടുത്തിട്ട് അവന് കാണിച്ചും കൂടെ കൊടുക്കണമല്ലോ എങ്ങനെയാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു മോനെ. അവനിങ്ങനെ അത് ഓപ്പൺ ചെയ്ത് വെള്ളം കുടിക്കണമുണ്ട്, പക്ഷെ മോനത് അടച്ച് വെക്കാനായിട്ട് അറിയില്ല. അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് പിന്നെ ഇതൊക്കെ ഇങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവിടെ അവിടെ ആയമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ ടീച്ചർമാരൊക്കെ സഹായിക്കും. എന്നാലും നമ്മളെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയൊരു ഇതൊക്കെ അല്ല, അയ്യോ നമ്മളമ്മ അതൊക്കെ ചെയ്യുമോ, അവനതൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാ സാധാരണ അമ്മമാരെയും പോലെയുള്ള എല്ലാ ടെൻഷനും വെപ്രാളവും ഒക്കെ എനിക്കുമുണ്ട്. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് മോന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് എടുക്കാനുള്ളതെന്നൊക്കെ എല്ലാം. അപ്പോൾ മോനും കൂടെ വന്നിരിക്കുകയാണ്. അവനും ആകെ ത്രില്ലിലാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, കരയോ ഇനി പോകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് കരയോ എന്ന് തോന്നുന്നു. പക്ഷേ കേശുവിനെ സംബന്ധിച്ച് അവനങ്ങനെ കരഞ്ഞ് ബഹളം വയ്ക്കില്ല. മോനിതൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകും. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്കൂൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, ഒരുപാട് നല്ല ടീച്ചർമാരെ കിട്ടും.
അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മോന് സ്കൂളെന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു വേറൊരു ലോകമാണെന്നുള്ളൊരു ചിന്ത മോൻ്റെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ ആൾക്കും അവിടെ അങ്ങ് എത്തിപ്പെട്ടാൽ മതി എന്നൊരു ആഗ്രഹമുണ്ട്. 2-3 വട്ടം നമ്മൾ മോനെയും കൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആൾക്ക് ആ സ്കൂളും അവിടുത്തെ അന്തരീക്ഷമൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ പൊന്നുമോന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാനും ബിസി ആയിട്ടുള്ള ഒരു അമ്മയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സ്കൂൾ ലൈഫൊക്കെ അല്ലേ. അപ്പോൾ മക്കൾ എത്ര നാൾ സ്കൂളിലൊക്കെ പഠിക്കും അത്രയും നാൾ നമ്മൾ അവരൊപ്പം പഠിച്ചും അവരെന്തൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നോ അതിൻ്റെ ഒരു ഇരട്ടി നമ്മളൊക്കെ ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ സ്നാക്സ് ബോക്സൊക്കെ എല്ലാം പാക്ക് ചെയ്ത് ഇപ്പോൾ ഇന്ന് ലഞ്ച് ബാഗൊന്നും കൊടുത്തു വിടണില്ല, വേറെ ബുക്കൊന്നും കൊണ്ടുപോകണ്ട, സ്നാക്സ് മാത്രം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ബാഗ് കൊണ്ടുപോകണമല്ലോ. പുതുതായിട്ട് ഒന്നാമത്തെ കാര്യം കേശുവിന് ബാഗ് തൂക്കിക്കോളാൻ വയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു പുഴുങ്ങിയ മുട്ട കൊടുത്തിട്ട് മോൻ കഴിക്കണില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ് കൂടുതൽ നിർബന്ധിക്കേണ്ട, അവൻ വേണമെങ്കിൽ കഴിക്കട്ടെ, മോനിന്ന് ആകെപ്പാട് അവനും എന്താണെന്ന് അറിയാൻ പാടില്ലാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ യൂണിഫോമൊക്കെ എല്ലാമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ബെൽറ്റൊക്കെ തലേ ദിവസം തന്നെ മോൻ്റെ നിക്കറിലൊക്കെ ഇട്ടൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അവനേക്കാളും നമുക്കല്ലേ ടെൻഷൻ. അപ്പോൾ ഇനി മോനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. സത്യം പറഞ്ഞാൽ കാപ്പിയൊക്കെ ഉണ്ടാക്കിയത് ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കും കഴിക്കാനായിട്ട് തോന്നണില്ല. കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാതാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ആകെപ്പാട് ഒരു ടെൻഷനും. എനിക്കാണെങ്കിൽ ഇന്നലെ തൊട്ട് ഇതുപോലെ വല്ലൊരു സങ്കടമില്ല, ഭയങ്കര വിഷമം മനസ്സിൽ. ഇന്നലെ മോനിങ്ങനെ അംഗൻവാടിയിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ യൂണിഫോമൊക്കെ ഇടുകയാണ്. പിന്നെ യൂണിഫോം നമ്മൾ കറക്റ്റ് അളവിലാണ് തയ്ച്ചത്. ഇനി അടുത്ത വർഷം മോന് ചെറുതായി പോയാലും സാരമില്ല, ഈ ചുമ്മാ വലുതായിട്ട് എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ ഒരു ചിലപ്പോൾ പണ്ട് നമ്മളമ്മയൊക്കെ എങ്ങനെയാണ് അടുത്ത വർഷം കൂടെയൊക്കെ ഇടണ്ടേന്നൊക്കെ വെച്ചിട്ട് കുറച്ച് വലുതാക്കിയൊക്കെ തയ്ക്കും. അപ്പോൾ നമുക്ക് ഒരു കംഫർട്ടബിൾ കാണില്ല, കൊച്ചിനിട്ടാൽ ഇങ്ങനെ വലിഞ്ഞ് വലുവലാക്കി ഇരിക്കും. അപ്പോൾ കറക്റ്റ് അളവിന് പ്രത്യേകിച്ച് ഞാൻ ചേട്ടനോട് പറഞ്ഞു വിട്ട യൂണിഫോം തയ്ക്കാൻ സമയത്ത് ഷോൾഡർ കറക്റ്റാക്കി തയ്ക്കണേ, ഷോൾഡർ ഇറങ്ങിപ്പോവല്ലേന്ന്. നമ്മളിപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പായിരുന്നാലും അതുപോലെ തന്നെ ഷർട്ടൊക്കെ ആയിരുന്നാലും നമ്മുടെ ഷോൾഡർ കറക്റ്റായിട്ട് നിന്നാൽ കുറേ കൂടെ ഷേപ്പ് വരും പോലെ എനിക്ക് തോന്നും. അങ്ങനെ മോൻ എന്തായാലും യൂണിഫോം നല്ല പക്കയായിരുന്നു. പിന്നെ സോക്സും ഷൂസും ഒക്കെ ഇട്ടിട്ട് ആൾ റെഡി ആവുകയാണ് ഇവിടെ പോകാനായിട്ട്, സ്കൂളിൽ പോകാനായിട്ട്. പിന്നെ ഇപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് സോക്സും ഷൂ ഒക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ ബ്ലാക്ക് ചപ്പലിട്ടാൽ മതിയെന്ന്. ഇനി അത് വാങ്ങിയിട്ടില്ല, അതുകൂടെയൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ ടവലും കാര്യങ്ങളും എല്ലാം ഒന്നും മറക്കാണ്ട് ഇങ്ങനെ ആലോചിച്ച് എടുത്ത് വയ്ക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ വഴക്കാവും, ഞാനും ചേട്ടനും തമ്മിൽ. ആരാന്തോ വാട്ടർ ബോട്ടില് സമയമില്ല, ഇന്ന് കളിക്ക്, അതൊന്നും ചെയ്യാൻ വെള്ളമൊന്നും പോയി എടുക്കല്ലേ, ചെല്ലേ. അങ്ങനെ മോൻ നമ്മളെല്ലാവരെയും അനുഗ്രഹം കാലൊക്കെ തൊട്ട് വന്നിച്ചതിന് ശേഷം
ഇറങ്ങിയതാ. പിന്നെ നമ്മൾ നേരെ പോയത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു, അവരുടെ അനുഗ്രഹം വാങ്ങണമല്ല. അപ്പോൾ അതാ കേശു അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് കാല് തൊട്ട് വന്ദിക്കാനായിട്ട് ഇതാ ഒരുങ്ങുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മോന് ബാഗും തൂക്കി കുനിയാനൊക്കെ. ഞാൻ ബാഗ് വെച്ചിരിക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മേ ഞാനത് ബാഗ് ഇട്ടേക്കാം, കാരണം എന്തോ ഒരാൾ വലിയ സംഭവം പോലെ ബാഗൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേ അങ്ങനെ ബാഗൊക്കെ ഇട്ട് കുനിഞ്ഞ് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് അച്ഛനൊരു 100 രൂപ കൊടുത്തതാണ് കേശുവിന്. തിരിച്ചു വരുമ്പോഴേക്ക് എന്തെങ്കിലും ലേസോ അവനിഷ്ടമുള്ള ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണേന്ന് പറഞ്ഞ് അതും കൂടെ കിട്ടിയപ്പോൾ അത് നോക്കുകയാണ് എത്ര രൂപയാണെന്നാണ് ആൾ തുറന്ന് നോക്കിയത്. അങ്ങനെ അതൊക്കെ വാങ്ങി ഇനി അവിടെ നിന്ന് നേരെ ഇനി അവൻ്റെ അപ്പയുടെ അടുത്ത് പോകണം. അവിടെ പോയിട്ട് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങാനുണ്ട്. അങ്ങനെ ഇനി നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. സ്കൂളിൽ 8:45 നിന്ന് എത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 7:45 കഴിഞ്ഞപ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ പോകണം. ഇവിടെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് ഇനി മൺവിളയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൺവിളയിലാണ് മോൻ്റെ സ്കൂളും. അപ്പോൾ അതിന് കുറച്ച് ഇപ്പുറത്തോട്ടാണ് അപ്പയൊക്കെ താമസിക്കുന്നത് കേശുവിൻ്റെ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഒന്നാമത് എല്ലാവർക്കും കേശുവിൻ്റെ യൂണിഫോമിൽ കാണണം. അപ്പോൾ അവരിങ്ങനെ ആ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. കേശുക്കുട്ട യൂണിഫോമും ബാഗും ഒക്കെ ആയിട്ട് വരണത് കാണാനായിട്ട്. കുനിക്കുനിച്ചോണ്ട് അപ്പേരെ ചെല്ല് ചേട്ടൻ്റെ കാലിലും തൊട്ടെഴുതിട്ട്. ചേട്ടനാണ് എല്ലാത്തിൻ്റെയും ഗുരു. അങ്ങനെ അവിടെ ചെന്ന് അവരുടെ എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ആനന്ദം എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ഇനി 2 ദിവസം കൂടെയല്ലേ അവന് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്നൊക്കെ എഴുതിയിട്ട് വരുന്ന കാരണം അനന്തമാണ് കേശുവിനെ കൂടെ, കേശുവിനെ എല്ലാത്തിനും ആണ് ഞാൻ പറഞ്ഞത് അനന്തമാണ് ഗുരു എന്ന്. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുന്നത് അനന്തമാണ്. അങ്ങനെ അവർ രണ്ടാളും തമ്മിൽ ഭയങ്കര ബോണ്ടിങ്ങുമാണ്. 2 ദിവസം കാണാതിരുന്നാൽ രണ്ടുപേർക്കും ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം കേശു ഇപ്പോൾ മോൻ്റെ അംഗൻവാടിയിൽ ഇന്ന് അവന് ലാസ്റ്റ് ദിവസമായിരുന്നു. ഇന്നും കൂടെയല്ലേ അംഗൻവാടിയിൽ പോവുള്ളൂ, നാളത്തോട്ട് സ്കൂൾ കുട്ടിയായില്ലേ. അപ്പോൾ മോനെ ഒരുക്കി ഇറക്കിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. രാവിലെ മുതൽ തുടങ്ങിയ വിഷമമാണ്. വിഷമമാണോ അല്ലെ സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല. ഇന്നും കൂടെയല്ലേ മോൻ അംഗൻവാടിയിൽ പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ബാഗൊക്കെ കൊണ്ട് കൂട്ടുകാരെ കാണിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയും ദിവസം മോനിങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടായിരുന്നല്ലോ, തൊട്ടപ്പുറത്തെ അംഗൻവാടിയിൽ മോനുണ്ടല്ലോ. പക്ഷേ ഇന്നും കൂടെയല്ലേ അവൻ അങ്ങോട്ട് പോവുള്ളൂ, അവിടുത്തെ ആളായിട്ട് പോവുള്ളൂ. അവിടെ ഇനി മോന് സെൻഡ് ഓഫും അവിടുത്തെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാം അവിടെ ഉണ്ട്. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കും. പക്ഷേ അത് ഇന്നത്തെ ദിവസമായിരുന്നു. മഴ ആയതുകൊണ്ട് ഇതിന് തലേ ദിവസം പെരുമഴ തോർന്നിട്ടില്ലല്ലോ, മേഘവിസ്ഫോടനം എന്നൊക്കെയല്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ മഴ ആയതുകൊണ്ട് ഇന്നത്തെ ആ ഫംഗ്ഷനെല്ലാം അവർ മാറ്റി വെച്ച്. അങ്ങനെ ഞാൻ രാവിലെ മോനെ കൊണ്ടാക്കിയപ്പോൾ ടീച്ചർ എത്തിയിട്ടില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയ സമയത്താണ് വീണ്ടും അംഗൻവാടിയിലോട്ട് കയറിയത്. ഞങ്ങൾ ചെന്നപ്പോൾ ടീച്ചറൊക്കെ വിചാരിച്ച് കേശുവിനെ വിളിച്ചുകൊണ്ട് പോകാനായിരിക്കുമെന്ന്. പക്ഷെ ഞങ്ങൾ അതിനല്ലായിരുന്നു പോയത്. ടീച്ചറിൻ്റെയും അവിടുത്തെ ആയാൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കേണ്ട കേശുവിൻ്റെ ആദ്യത്തെ ടീച്ചറല്ലേ. മോനെ ഞാനിങ്ങനെ കുഞ്ഞിലെ 1.5 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് അവിടെ എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾക്കായാലും മോനായിരുന്നാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 പേരാണ് ഇവർ രണ്ടാളും, ശിവകല ടീച്ചറും അതുപോലെ തന്നെ ഈ ആൻറ്റിയും. അപ്പോൾ ഒരുപാട് സ്വാതന്ത്ര്യമാണ് ടീച്ചറിൻ്റെ അടുത്ത്, എന്തും പറയാം. കേശു ആയാലും അങ്ങനെ തന്നെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ടീച്ചറിൻ്റെ അടുത്ത്. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല. അവരങ്ങനെയാണ് പിള്ളേരെ നോക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് കേശുവിൻ്റെ ട്യൂഷൻ സാറാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കൊച്ചാണ്, അവനാണ് കേശുവിനെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നത്. അങ്ങനെ അവൻ വന്നിട്ട് പോയപ്പോഴേക്ക് അവൻ്റെ അനുഗ്രഹവും വാങ്ങി കേശുവിന്. അങ്ങനെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്ക് 8:30 ആവാറായപ്പോഴേ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാണോ എന്തോ ഫസ്റ്റ്. അധികം വണ്ടികളൊന്നും കാണാനില്ല.
അപ്പോൾ ഇതാണ് മോൻ്റെ സ്കൂള്. മോൻ്റെ സ്കൂളെന്നല്ല, മോൻ്റെ ക്ലാസ്സൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലാണ്. ഞാൻ ഈ സ്കൂൾ ഇതുവരെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ബാക്കിലോട്ടൊക്കെയാണ്, ബാക്കി +2 വരെ ഉണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം അങ്ങ് ബാക്കിലോട്ടാണെന്ന് തോന്നുന്നത്. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എല്ലാം ഈ ഒരു ബ്ലോക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്യാനൊക്കെ ടീച്ചറൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നുമല്ലോ, അതുപോലൊരു സ്കൂളായിരുന്നു. ഞങ്ങളല്ലാണ്ട് 1-2 സ്കൂളിൽ മോൻ ഇതുപോലെ അഡ്മിഷൻ്റെ കാര്യമായിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എങ്ങും കിട്ടാത്തൊരു പോസിറ്റിവിറ്റി അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഈ ഒരു സ്കൂളിൽ വന്നപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തോന്നി. ചില വീടുകളിൽ പോയാലും അങ്ങനെയല്ലേ, ചിലപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തോന്നും, ചില വീടുകളിൽ നമുക്ക് ചെല്ലുമ്പോഴേ ഒരു ഭയങ്കര ഇറിറ്റേഷൻ തോന്നുമല്ലോ. അതുപോലെയായിരുന്നു ഈ സ്കൂളും. നമ്മൾ നേരെ ചെന്നത് ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ നമ്മളത് വെൽക്കം ചെയ്യാനായിട്ട് ഓഡിറ്റോറിയവും ആ സ്കൂളും ഒക്കെ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർമാരൊക്കെ വന്ന് ഓരോ പിള്ളേരെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഭയങ്കര കൂളായിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയത്, നമ്മൾ കുറച്ച് ദിവസം ഈ സ്കൂളിൽ വന്നിട്ടുള്ളൂ എങ്കിലും ടീച്ചേഴ്സെല്ലാം ഭയങ്കര നമ്മുടെ അടുത്ത് ഒരു നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റമൊക്കെ. പണ്ടത്തെ ടീച്ചർ, നമ്മൾ മുമ്പ് നമുക്ക് ടീച്ചർ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് സ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ ഇല്ലേ ഓർമ്മ. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ചിലപ്പോൾ എല്ലാ സ്കൂളിലും അങ്ങനെ ആയിരിക്കും. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും എൻ്റെ എക്സ്പീരിയൻസുമാണ് പറയണത്. പിന്നെ ഇതാ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഒരു സ്ക്രീനിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ സമയം നമ്മളവിടെ അതൊക്കെ കണ്ട് അങ്ങനെ അങ്ങിരുന്ന് നമ്മൾ ചെന്നപ്പോഴേക്ക് കുറേ ടീച്ചേഴ്സല്ല കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പിള്ളേർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കിലോട്ടുള്ളവരെയൊക്കെ തിരിഞ്ഞൊക്കെ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഒരു മടിയായിരുന്നു. അതുകൊണ്ടാണ് വേറെ ആരെയും കാണാനൊന്നും പറ്റാതിരുന്നത്. പിന്നെ കുറച്ച് പിള്ളേരൊക്കെ കയറി വരുമ്പോഴേക്ക് അറിഞ്ഞുകൊണ്ട് വരണവരുണ്ട്. എല്ലാവരും ഇങ്ങനെ അച്ഛനമ്മയൊക്കെ എടുത്തുകൊണ്ടൊക്കെ വരികയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ ഫങ്ഷനും ഉള്ള സമയമായി. അപ്പോൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്നതിൽ അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, HM ഉണ്ട്, പിന്നെ ഒരു ടീച്ചറുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഇനി വിളക്കെല്ലാം കത്തിച്ച് ആണല്ലോ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. Nurturing the whole child, mind, body and spirit. As we reopen, we do so with a renewed focus on creating a safe, nurturing and inclusive അങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ പേര് വിളിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. മോൻ്റെ പേര് ഗോവിന്ദ് എന്നാണ്. അപ്പോൾ പേര് വിളിക്കാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, മോനെ ഗോവിന്ദ് എന്ന് വിളിക്കുന്നത് നമ്മുടെ പന്നിടമുള്ള പോറ്റു മാത്രമാണ്. ബാക്കി എല്ലാവരും കേശു എന്ന് വിളിക്കുന്നതുകൊണ്ട് അംഗൻവാടിയിലായിരുന്നാലും അവിടെയും കേശുവാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കേശുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, മോനെ ഗോവിന്ദ് എന്ന് വിളിക്കും, ശ്രദ്ധിച്ചോണം, ഗോവിന്ദനാഥ് എന്ന് വിളിക്കുമ്പോഴും മോനത് ചെന്നോണം, കേശു എന്ന് വിളിക്കില്ല എന്നൊക്കെ. അങ്ങനെ കുറേ പിള്ളേരൊക്കെ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇനി കേശു ആ കരച്ചിൽ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ആൾ നല്ല സ്മാർട്ടായിട്ടൊക്കെ നിന്ന് ചെറിയൊരു പേടി പോലെയൊക്കെ തോന്നി. അപ്പോൾ പിന്നെ നേരെ ക്ലാസ് മുറിയിലോട്ട് കൊണ്ടുപോയി. പിന്നെ നമുക്കവിടെ അങ്ങോട്ട് അലൗഡ് ഇല്ലല്ലോ. അവർ പറയണം, ഞങ്ങളിങ്ങനെ ചോദിച്ച് മോനൊന്ന് ക്ലാസ്സിൽ ഇരിക്കണ കണ്ടോട്ടെ എന്ന്. അപ്പോൾ പേരൻസിനെ കണ്ടാൽ കുട്ടികൾ കരയുമെന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് കടയിൽ പോയിട്ട് പിന്നെ 10:45 വീണ്ടും തിരിച്ചു വന്നപ്പോഴേക്ക് കുട്ടികളെ അവർ ക്ലാസ് മുറിയിൽ നിന്ന് തിരിച്ച് ഇറക്കിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ്.
അമ്മയച്ഛൻ എല്ലാവരും അമ്മയച്ഛൻ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കേശുതോ അവിടെ നിന്ന് വലിയ ആളായിട്ട് നല്ല സ്മാർട്ടായിട്ട് വരെയാണ്. അവിടെ നിന്ന് പിള്ളേരെ ഇറക്കിയപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് വരാനായിട്ടൊക്കെ. അപ്പോൾ അവിടെ വെച്ച് നമ്മളെ കണ്ട് ഞങ്ങളിങ്ങനെ കൈ കാണിച്ചപ്പോഴേക്കും ഞങ്ങൾ നിൽക്കണതൊക്കെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് വന്ന് അവിടെ ലൈനായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു സമാധാനം, കരച്ചിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കരയോ എന്നൊരു ടെൻഷൻ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൾ നല്ല സ്മാർട്ടായിട്ട് ക്ലാസ് മുറിയിലൊക്കെ കയറിപ്പോയി. പിന്നെ കൂടെയുള്ള 2-3 പിള്ളേർ മാത്രമേ കരഞ്ഞുള്ളൂ. ആ പിള്ളേർ ഒരു കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴും ഈ ബാക്കി പിള്ളേരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിക്കുമല്ലോ, അതുപോലൊരു ഫീല് തോന്നി. അപ്പോൾ ഇതാ പ്രശ്നമൊന്നുമില്ല, ആൾ വരണുണ്ട്. ഇവിടെ നിൽക്കുന്ന പാരൻസ് LKG-യിലായിട്ട് വേണ്ടിയിട്ടുണ്ടോ? ഗോവിന്ദൻ കഴിച്ചു. അങ്ങനത്തെ ആൾ ഓടി നല്ല സന്തോഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പേര് വിളിച്ചപ്പം ചേട്ടൻ ഇങ്ങനെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ചിലപ്പോൾ ഗോവിന്ദെന്ന് വിളിച്ചാൽ അറിയില്ലെങ്കിൽ കേശു ഒന്നൊന്ന് വിളിക്കണേ. അപ്പോൾ ടീച്ചർ ഗോവിന്ദെന്ന് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന്, അതാണ് ടീച്ചർ പറഞ്ഞത്. ഗോവിന്ദെന്ന് കണ്ട ആൾ നല്ല സ്മാർട്ടാണ്, ഗോവിന്ദെന്ന് വിളിച്ചപ്പോൾ തന്നെ വന്ന് നല്ല സ്മാർട്ടായിട്ടിരുന്ന് കഴിച്ചു എന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ നമുക്ക് ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു. ആൾക്ക് കുറച്ചൊരു ഹെഡ് വെയിറ്റ് കൂടിയോ എന്നൊരു സംശയം. നമ്മൾ പുറത്തിറങ്ങി വന്നപ്പോഴേക്കും കരഞ്ഞില്ല അമ്മേ, ഞാൻ കരഞ്ഞില്ല, അച്ഛൻ ഞാൻ കരഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നത്. തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ നേരെ അംഗൻവാടിയിൽ കൊണ്ട് കയറിയിട്ടാണ് വന്നത്. കാരണം ടീച്ചറൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു മോൻ യൂണിഫോമിൽ പോണത് കാണണമെന്ന്. അപ്പോൾ രാവിലെ 8 മണിക്കായതുകൊണ്ട് അവരാരും എത്തില്ലല്ലോ. അങ്ങനെ അവിടെ കയറി യൂണിഫോമൊക്കെ കാണിച്ച് ആ ഒരു കോസ്റ്റ്യൂമൊക്കെ അവരെയൊക്കെ കാണിച്ച് ഫ്രണ്ട്സൊക്കെ കണ്ട് അവർക്ക് ആർക്കും ബാക്കി പിള്ളേർ അവിടെ നിന്ന് കേശു ഉൾപ്പെടെ ഒരു 4-5 പിള്ളേരുണ്ട് സ്കൂളിൽ പോണത്. അവർക്ക് ആർക്കും സ്കൂൾ തുറന്നില്ല, മോന് മാത്രമാണ് സ്കൂൾ തുറന്നത്. അപ്പോൾ വന്നിട്ട് ഇനി യൂണിഫോമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആക്കണമല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മയായിരുന്നാലും എൻ്റെ അമ്മയായിരുന്നാലും നാത്തൂമാരായിരുന്നാലും രമ്യ ചേച്ചിയും ദിവ്യ ചേച്ചിയും ഇവരെല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെയുണ്ട് കേശു എങ്ങനെയുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ നമ്മൾ പറഞ്ഞത് നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ വന്ന് ഭയങ്കര സന്തോഷം കേശുവിന്, ആൾക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ മോനിട്ടുകൊണ്ട് വന്ന യൂണിഫോം നിക്കറൊന്നും കഴുകാനില്ല, അത് പ്രശ്നമില്ല, കുറച്ച് സമയമായുള്ളൂ. പക്ഷേ ഇതിൽ കോളറൊക്കെ അഴുക്കായി. അപ്പോൾ തന്നെ കഴുകിടാമെന്ന് വിചാരിച്ചു. പിന്നെ അറിയാമല്ലോ ഇനി മഴയാട്ടം പെയ്താൽ ആ ഒരു പേടിയുള്ളതുകൊണ്ട് അതൊക്കെ അങ്ങ് കഴുകി. പിന്നെ സോക്സും കൂടെ അങ്ങ് കഴുകിയിടാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ പറയും പോലെ പുത്തനച്ചി പുരപ്പുറം നോക്കുമെന്നല്ലേ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഭയങ്കര ഒരു എടുപ്പാണ്. ഇപ്പോൾ എനിക്കായിരുന്നാലും വന്ന ഉടനെ ഇതൊക്കെ ചെയ്യണമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നാണ് ആഗ്രഹം. വരുമ്പോൾ തന്നെ യൂണിഫോമൊക്കെ അങ്ങ് കഴുകിയിടണമെന്ന്. എന്തായാലും മോന് നമ്മൾ 3 ജോഡി വാങ്ങിയിട്ടുണ്ട്. ചേട്ടന് 3 ജോഡി വാങ്ങിച്ചിട്ടും ഒരു തൃപ്തി വരുന്നില്ല. ഒരു ജോഡിയും കൂടെ എക്സ്ട്രാ എടുക്കണം, ഒരു ഷൂസും കൂടെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ വാങ്ങണോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനാണ്. കാരണം മോനൊന്നിനും പുറകോട്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഷൂസിന് പ്രശ്നം വന്നാൽ അത് നമ്മൾ പാരൻസ് എന്നുള്ള നമ്മളൊരു സെൽഫിഷും കൂടെയാണ്, നമുക്കൊരു ടെൻഷനുമാണ്. അതൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും സോക്സും അതുപോലെ തന്നെ ഒരു 3 ജോഡി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്നങ്ങ് കഴുകി വിരിക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ഈ പറയും പോലെ നമ്മൾ ആദ്യ ഭഗവാനും അനുഗ്രഹിച്ച് നിൽക്കുകയാണ്. നല്ല വെയിൽ, നല്ല അന്തരീക്ഷമായിരുന്നു. ഇന്നലെ വരെ പെരുമഴയാണെന്ന് തോന്നാത്ത അത്രയും നല്ല അന്തരീക്ഷമായിരുന്നു ഇന്ന്. അപ്പോൾ ഇനി ഇതൊക്കെ എല്ലാം കഴുകിയൊക്കെ അങ്ങ് ഉണങ്ങാനായിട്ട് ഇടണം. അപ്പോൾ ആൾ അവിടെ വന്നിട്ട് നമ്മൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും കുറച്ച് ഭയങ്കര ഒരു ജാട പോലെയൊക്കെയാണ് സംസാരിക്കണം. എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ മോൻ്റെ അടുത്ത് ആരാണ് ഇരുന്നത്, പിള്ളേർ പേരൊക്കെ ചോദിച്ചോ. ഈ കേശുവിനാണെങ്കിൽ അന്ന് ചെന്നപ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിലൊക്കെ പിള്ളേർ ഇരുന്നപ്പോഴും മോൻ അവരോട്ടൊക്കെ ചെന്ന് കമ്പനി അടിക്കണം. ഓരോ തൊട്ടടുത്ത് ഇരുന്ന കൊച്ചിനെയൊക്കെ ഇങ്ങനെ ചുരണ്ടിയൊക്കെ ഇങ്ങനെ തട്ടിയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ പിള്ളേർ പെട്ടെന്ന് കമ്പനിയായില്ല. കേശുവിൻ്റെ ഒരു സ്വഭാവത്തിന് അവൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുക്കും. അവൻ ഒരുപാട് ഫ്രണ്ട്സ് വേണമെന്നൊക്കെയാണ് മോൻ്റെ ആഗ്രഹം. എപ്പോഴും പറയാം അമ്മ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് വേണമെന്നൊക്കെ. അങ്ങനെ
ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ അടുത്ത് ഒരു കൊച്ചു ചോദിച്ച് നീ ആരുടെ കൂടെയാണ് വന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് ഞാൻ വന്നത്. അപ്പോൾ ആരാ മോനെ അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറയാണ് അതൊരു പെൺകുട്ടി. അപ്പോൾ പെൺകുട്ടിയുടെ പേരെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മോനെ അറിയില്ല, പേരെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും എപ്പോഴും പറയും മോനെ എല്ലാവരുടെയും പേര് ചോദിച്ചോണമെന്ന്. അങ്ങനെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ കേശു ആരെ കണ്ടാലും ആദ്യം പേര് ചോദിക്കും. ഈ മോന് പരിചയമുള്ള എല്ലാവരുടെ പേരും കേശുവിനെ അറിയാം. ഇനിയിപ്പോൾ നാളെ പോകുമ്പോഴേക്ക് ഇനി ശനിയും ഞായറും അല്ലേ, വെള്ളിയാഴ്ചയാണ് മോന് സ്കൂൾ തുറന്നത്, പിന്നെ ഇനി ശനിയും ഞായറുമാണ്. ഇനി തിങ്കളും ചൊവ്വയും മോന് 11 മണി വരെ ഉള്ളൂ. പക്ഷെ ഒരു കണക്കിന് അത് നല്ലതാണ്. ഈ 3 ദിവസം കുട്ടികളൊന്ന് ആ ഒരു ക്ലാസ്സുമായിട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് അവർ ഈ ഒരു ഇത്ര ദിവസം മുന്നേ സ്കൂൾ തുറന്നത്. പിന്നെ റെഗുലർ ക്ലാസ് എല്ലാ സ്കൂളുകളിലെയും പോലെ 5-ാം തീയതി തൊട്ടേ ഉള്ളൂ. 5-ാം തീയതി തൊട്ട് വൈകിട്ട് 3 മണി വരെ ഉണ്ട് ക്ലാസ്. അങ്ങനെ യൂണിഫോമൊക്കെ കഴുകി ഇനി ഉണങ്ങാനായിട്ട് ഇട്ട്, എന്തായാലും വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോഴേക്ക് വരണ വഴിക്ക് തന്നെ കേശുവിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ്, നമുക്കും സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ഇതല്ല, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ മോനെയും സ്കൂളിലേക്ക് പോയിട്ട് വന്നതല്ലേ, മേലൊക്കെ കഴുകി ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് എന്നപ്പോഴേക്ക് അമ്മ ഉഴിഞ്ഞിടാനായിട്ട്, നമ്മൾ പറയില്ലേ കണ്ണേറ് നാവേറ് ദോഷമൊക്കെ മാറാനായിട്ട് ഉഴിഞ്ഞിടുമെന്ന്, അങ്ങനെ അമ്മ ഉപ്പും മുളകും അതെല്ലാം ഒഴിയാനായിട്ട് കൊണ്ടുവന്നു. ആദ്യമായിട്ട് സ്കൂളിൽ പോയി എല്ലാവരും ഭയങ്കര ഇതായിട്ട് പറയില്ലേ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഇതാണ്. അമ്മ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ കേശുവിനെ ഒഴിഞ്ഞിടും. അങ്ങനെ ഇപ്പോൾ കേശുവിനെ അറിയാം അതിൻ്റെ കാര്യങ്ങളെല്ലാം. അങ്ങനെ അമ്മ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒഴിഞ്ഞു കൊണ്ടുപോവുകയാണ്. അപ്പോൾ കേശുവിനിങ്ങനെ ഒഴിഞ്ഞിടാൻ സമയത്ത് അവനതൊന്ന് കാണണം, അമ്മച്ചി എന്തൊക്കെയാണ് അതിൽ വെച്ചതെന്ന് ചോദിക്കും. കേശു അമ്മേനെ വിളിക്കേണ്ടത് അമ്മച്ചി എന്നാണ്, അച്ചാമ്മയെന്നല്ല. ഞാൻ അങ്ങനെയാണ് മോന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ നന്ദുവും അനന്തും കണ്ണനും എല്ലാം അമ്മേനെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം മോനും അത് കേട്ടിട്ട് അങ്ങനെ വിളിക്കുള്ളൂ. അങ്ങനെ സ്കൂൾ പോയി കുളിച്ചൊക്കെ ഒരുങ്ങി റെഡിയായി. അവിടെ ഇനി കൊണ്ടുപോയ സ്നാക്സൊക്കെ കുറച്ചേ കഴിച്ചോളൂ. അപ്പോൾ ബാക്കി കൊണ്ടുവന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരണ വഴിക്ക് ഐസ്ക്രീമും സമൂസയൊക്കെ അവൻ്റെ അച്ഛൻ വാങ്ങി കൊടുത്തായിരുന്നു. അങ്ങനെ സമൂസയൊക്കെ കഴിച്ച് ടി വിയും കണ്ടിരിക്കുകയാണ്. അമ്മ ആ ഉഴിഞ്ഞൊക്കെ എടുത്തില്ലേ, മോനെ ഉഴിഞ്ഞൊക്കെ ഇട്ടത് അത് കത്തിച്ച് കളയണമെന്നാണല്ലോ പറയാറ്. അപ്പോൾ അത് കത്തിക്കാനായിട്ട് കൊണ്ടുവന്ന് അത് അവിടെ ഇരുന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കത്തിക്കുമ്പോഴേക്ക് എന്തെങ്കിലും നമുക്ക് കണ്ണേറ് നാവേറ് ദോഷമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് കത്തിക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിക്കും എന്തോന്നാണ് ചേച്ചി എന്തിനാ ഇങ്ങനെ അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനൊന്നും പറ്റില്ല. നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം ആയി അതൊക്കെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്ത് പറയില്ല, കൊള്ളാമെന്നുള്ളവർക്ക് കൊള്ളാം, തള്ളാമെന്നുള്ളവർക്ക് തള്ളാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ഫോളോ ചെയ്യണം, അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലെ സിസ്റ്റം കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല, ഇത് 2 ദിവസം മുന്നെയാണ് നമ്മൾ മോൻ്റെ ബാഗല്ല ബുക്കൊക്കെ എല്ലാം പൊതിഞ്ഞൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അത് 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് തിരികെ കയറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ബുക്കൊക്കെ എല്ലാം നോട്ട്ബുക്കുകൾ മാത്രം ഒന്ന് പൊതിഞ്ഞൊക്കെ എടുത്താൽ മതിയെന്നാണ് സ്കൂളിൽ നിന്ന് കിട്ടിയ അറിയിപ്പ്. ടെക്സ്റ്റ് ബുക്ക് ഒന്നും പൊതിയണ്ട, എല്ലാത്തിലും ലേബൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബാഗിൽ, വാട്ടർ ബോട്ടിലിൽ, ലഞ്ച് ബോക്സിൽ, സ്നാക്സ് ബോക്സിൽ, എന്ത് സംഭവം ഇവിടെ നിന്ന് കൊണ്ടുപോയാലും അതിലെല്ലാത്തിലും ലേബൽ ചെയ്തിരിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മോൻ്റെ പേര് എഴുതിയിരിക്കണം. കാരണം LKG പിള്ളേരല്ലേ, അവർക്ക് അറിയില്ല അവരുടെ ബാഗ് ഏതാണ്, അവരുടെ ബുക്ക് ഏതാണ്. അതുകൊണ്ട് അതെല്ലാത്തിലും ലേബൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവൻ്റെ സാധനങ്ങൾ അവന് കൃത്യമായിട്ട് അറിയാം. അതിൽ പിന്നെ ചിലപ്പോൾ എനിക്ക് മാറിപ്പോയാലും അവന് മാറൂല. അങ്ങനെ ഞങ്ങൾ എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പഠിച്ച് ഇറങ്ങിയ ആ സമയം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ബുക്കെല്ലാം പൊതിയാനായിട്ട് ആ ഒരു ബുക്കിൻ്റെ മണവും എന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട്ബുക്ക് കാണും. ഞാൻ എല്ലാ കാര്യങ്ങളും അതിലിങ്ങനെ കുറിച്ച് വയ്ക്കാറുണ്ട്. മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ഇങ്ങനെ ഓർഡറാക്കി എഴുതി വയ്ക്കുമായിരുന്നു. അത് ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് തോന്നുമല്ലോ നമ്മുടെ ലൈഫിൽ കൂടെ അത് കൊണ്ടുവരണമെന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. എന്ത് കാര്യങ്ങളും നാളെ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്, നാളത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണ് ഞാൻ അത് കുറച്ചത്. പ്രത്യേകിച്ച് എനിക്ക് സമയം കിട്ടാറില്ല. ഇനിയിപ്പോൾ അതൊന്ന് ഓർഡറാക്കി ആ രീതിയിൽ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ എനിക്ക് കേശുവിനെ കറക്റ്റായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് സ്കൂളിൽ വിടാനായിട്ട് പറ്റുള്ളൂ.
ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഞാനും അവൻ്റെ അച്ഛനും കൂടെ ഇവിടെ പൊരിഞ്ഞ വഴക്കായിരിക്കും ഓരോ കാര്യങ്ങൾക്ക്. അങ്ങനെ കുറേ സമയത്ത് പരിശ്രമത്തിന് ശേഷം നോട്ട്ബുക്കുകളൊക്കെ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. കേശുവിന് ഒരു 6 നോട്ട്ബുക്ക് മാത്രം മതി. 3 4 ലൈനും 3 സ്ക്വയർ ലൈനുമാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പൊതിഞ്ഞെടുത്ത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഈ പറഞ്ഞതുപോലെ അതൊന്നും പൊതിയേണ്ട, അതെല്ലാം ലേബൽ ചെയ്യണമല്ലോ. പക്ഷേ നമ്മൾ ഈ നെയിം സ്ലിപ്പ് സ്കൂൾ ബാഗിലൊക്കെ ഒട്ടിച്ചപ്പോഴേക്കും നല്ല പണി കിട്ടി. അതെല്ലാം ഇളകി വരണുണ്ട്, ഒട്ടണില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ പെർമനൻറ്റ് മാർക്കർ ഉണ്ടല്ലോ, പെർമനൻറ്റ് മാർക്കർ വാങ്ങിച്ചിട്ട് അത് ആ പെർമനൻറ്റ് മാർക്കർ കൊണ്ടാണ് സ്കൂൾ ബാഗിലൊക്കെ അല്ലാണ്ട് തന്നെ അങ്ങ് എഴുതി വെച്ച്, സ്കൂൾ ബാഗിലും ലഞ്ച് ബാഗിലും ഒക്കെ അങ്ങനെയാണ് എഴുതി വെച്ചത്. ലഞ്ച് ബോക്സിലായിരുന്നാലും അങ്ങനെ തന്നെ. അത് പിന്നെ മാഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അങ്ങ് എഴുതിയാൽ മതിയല്ലോ. അങ്ങനെതാ എല്ലാം ഇവിടെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ലേബൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊക്കെ ഒട്ടിച്ചതൊക്കെ ഇങ്ങനെ ഇളകി വരണുണ്ട്. അതൊക്കെ ഇനി പിന്നെ ഞങ്ങൾ പിറ്റേന്ന് പെർമനൻറ്റ് മാർക്കർ വാങ്ങിച്ചാണ് ഇതിലൊക്കെ എല്ലാം ഒന്നും കൂടെ എഴുതി വെച്ചത്. സ്കൂൾ ബാഗിലൊക്കെ ആയിരുന്നാലും എല്ലാം പാടായിരുന്നു. അങ്ങനെ കേശുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്, മോനെ ഇങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം മോനെ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ നമ്മളിതെല്ലാം സെറ്റാക്കി എല്ലാം കാണിച്ചു കൊടുത്തൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.